ഹലോ ഹലോ KNK ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ മനോഹർ സ്പീക്കിംഗ്. നിനക്കൊന്നും ഉറക്കമില്ലേ? എവിടെയാ? വെളുപ്പങ്കാലത്ത് 4 മണിക്ക് വിളിച്ചിട്ട് ഉറങ്ങിയോന്ന്? കാര്യം പറയടാ അങ്ങോട്ട്. ശാന്തിയുടെ സെമസ്റ്റർ ഫീസ് എത്രയാടി? ആ പറയടി. ഒരു 32,000. 32,000 രൂപ. പിന്നെ മാമിയുടെ വാടകയും ശാന്തിയുടെ സെമസ്റ്റർ ഫീസുമായി ഞങ്ങൾ രാവിലെ അങ്ങെത്തും. ഓക്കെ? സത്യോടി, നീ മാമിയെ വിളിച്ചുണർത്തി കാര്യം പറയടി. ശാന്തി ശാന്തി എഴുന്നേക്ക്. ഇന്ന് മാമിയുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം. മാടി ഇങ്ങോട്ട്. മാമി മാമി വാതിൽ തുറക്ക്. ഗുഡ് മോർണിംഗ്. എന്താ? അതെ, ഞങ്ങൾ തരാനുള്ള കാശ് ഇന്ന് തരും. എന്തേ മനസ്സിലായില്ലേ? വാടക ഇനത്തിൽ നിങ്ങൾക്ക് തരാനുള്ള ബാക്കി കാശ് ഇന്ന് തന്ന് തീർക്കും. പടി. എടാ പണ്ടാരം കൂവി നാട്ടുകാരെ കൂടുന്നതിനും അയാളുടെ വായിൽ എന്തെങ്കിലും കുത്തിത്തിരി കൊടുക്ക്. നീ തന്നെ சொன்ன സരക്ക് വാങ്ങി കൊടുത്ത് അവിടെ തോണ്ടി പുടിങ്ങിരുവാണ. ഓടാ ഫിറ്റായി പോയിട്ടല്ലേ? ഫിറ്റ് നീ പോയി അയാളുടെ വായടച്ച. யாரங்க சுடுகாட்ல? சார், நம்ம எல்லப்பட்டி ப்ராப்பர்ட்டி, அந்த ஐயர் அந்த ப்ராப்பர்ட்டிக்கு 40 கோடி சொல்லியிருக்காரு. இது நடக்கிறதுக்கு வாய்ப்பு இருக்கு. അയ്യരോ അയ്യങ്കാരോ ഏത് ദേവേന്ദ്രം എന്ന് വിലയിട്ടാലും ആർക്കെ ആഗ്രഹിച്ചത് സ്വന്തമാക്കിയിരിക്കുന്നു. വണ്ടി നിർത്ത. வாங்கடா. வணக்கம் சார். என்ன ப்ராப்ளம் சார்? ஒரு 4 காலேஜ் பசங்க தண்ணி போட்டு தகராறு பண்ணிட்டு இருக்காங்க சார். ஓ, என்னடா? அந்த பெரிய மனுஷன் சொன்னதுனால விடுறேன். போங்கடா போங்கடா போங்கங்கிறேன்ல, போங்க. ஏய் நில்லு. என்னது இது? நடங்கடா போங்கடா. தொலைச்சு போடுவேன் நானு. டேய் போங்கடா. சார் சார் சார், தப்பிச்சது பெரிய விஷயம். போங்கடா. ஆளுங்களையும் அவனுங்களையும் பாரு வந்துட்டானுங்க. ஏய் இங்க வா சார். நீ வெட்டியம் தானே இங்க? ஆமா சார். சார் நான் எந்த தப்பு பண்ணல சார். நான் குழந்தை குட்டிக்காரன் சார். என்ன மன்னிச்சிருங்க சார். இனிமேல் வெட்டியம் வேலைனா வெட்டியம் வேலை மட்டும் பார்க்கணும். சரி சார். ஏதாவது ஒண்ணுனா தொலைச்சு போடுவேன் உன்னை. சரி சார். போயா. நீ என்னடா என்ன போடுறது? இப்ப நான் போறேன் பாருடா. டேய் நீ என்னைக்குனா ஒரு நாளைக்கு இங்க வருவ. அன்னைக்கு உன்னை வச்சுக்கிண்டா. என்ன யாருன்னு தெரியாது உனக்கு. போடா போ. சின்ன பசங்களை ஏமாத்துற. வாடா, ஒரு நாளைக்கு வருவில்ல, அன்னைக்கு வச்சுக்கிறேன். பண்றதெல்லாம் பண்ணிட்டு எப்படி உட்காந்துருக்கான் பாரு. ഞാനെന്ത് ചെയ്തെന്ന്? ഒരു 50,000 രൂപ കിട്ടിയപ്പോഴേക്കും അത് വേണ്ടാന്ന് നോക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ആ കിട്ടണ ആവശ്യം മൊത്തം നമ്മുടെ കടം തീർക്കാന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. അതൊരു തെറ്റാണടാ. നീ കൂടുതൽ സംസാരിക്കല്ലേ? സംസാരിക്കരുത്. വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. കാരണം വെള്ളം അടിച്ചോണ്ടിരുന്ന് സംസാരിച്ചാ അത് നമ്മുടെ തലയിൽ കയറും. നിന്നെ ഒന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ശരിയാണ്, ഒരു കാര്യമില്ല.